ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി ഇങ്ങോട്ടാണെന്നല്ലേ ഞങ്ങളെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് മൂന്നാറിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അനീഷേട്ടനും അച്ചും ചേട്ടനും ഞങ്ങളും പിന്നെ നമ്മുടെ നീതു രാഹുലേട്ടും ഉണ്ട്. അപ്പോൾ അവർ ബ്ലോക്കിൽ പെട്ടുണ്ട്. അവരെ വെയിറ്റ് ചെയ്യാൻ വെച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങി. അപ്പോൾ അവരെല്ലാവരും ഒരു ഇന്നോവ അൽത്താഫിൻ്റെ ഇന്നോവ എടുത്ത് അതിനകത്ത് ഞങ്ങൾ അനീഷേട്ടൻ്റെ ഷിഫ്റ്റിലാണ് പോയത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കയറുന്ന ഒരു വണ്ടിയിലും പോയി. അവരെല്ലാവരും പകുതി വഴി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവറാക്കിയിട്ട് ഇവരെല്ലാം കൂടെ സെറ്റ് ചെയ്ത് അതിനകത്തങ്ങ് പോയി കേട്ടോ. ഞാനും അച്ചും കൂടെ മാറി മാറി അങ്ങ് അടിമാലി വരെ ഞങ്ങൾ ഓട്ടിച്ചു. ഓട്ടോമാറ്റിക് അതുകൊണ്ട് തന്നെ ആദ്യം ഒച്ചി പാടായിരുന്നു. കുഴപ്പമില്ല, ഓടി വരുമ്പോൾ സെറ്റ് ആയിക്കോളും, കുഴപ്പമില്ല നല്ല. അപ്പോൾ ഞങ്ങൾ പമ്പിൽ കയറുന്ന പമ്പിൾ മൊത്തം കയറി ശുശൊക്കെ വെച്ചിട്ട് പോയി കേട്ടോ. അപ്പം ഞാൻ സൈഡിൽ നിന്ന് വീഡിയോ എടുത്തു, അച്ചുവാണ് വണ്ടി ഓടിക്കുക. അപ്പം നോക്കുമ്പോൾ അവർ വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു കൗതുകകരമായി കണ്ടുകൊണ്ട് ആ ഒരു വീഡിയോ അങ്ങ് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം അങ്ങ് പോയിട്ട് ഏകദേശം ഒരു 4 സമയമൊക്കെയാണ് നമുക്ക് അടിമാലി കാണിക്കുന്നത്. ഫ്രഷപ്പിന് വേണ്ടി അവിടെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഉറക്കമൊക്കെ വരുമല്ലോ, ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഓരോ പമ്പിൾ കാണുമ്പോൾ ഇറങ്ങി മുഖമൊക്കെ കഴുകി സെറ്റായിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ലോങ് ആയിട്ട് പോകുന്നതുകൊണ്ട് കൊച്ചുങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവിങ് മാറി മാറി ഓടിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്കും ഒരു പേടി കൂടെ എത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു 4-5 മണിയായി കേട്ടോ നമ്മൾ അവിടെ എത്തിയപ്പം. ഫ്രഷപ്പിനുള്ള സ്ഥലത്ത് എത്തിയിട്ട് ഞങ്ങൾ അവിടെ അങ്ങ് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ഇനി പോകാമെന്നുള്ള പ്ലാനിങ്ങിലായി കേട്ടോ. അപ്പോൾ അവിടെ നല്ല രസമുണ്ട് കേട്ടോ. കുറേ പൂച്ചക്കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ രാവിലെ ജസ്റ്റ് രാത്രി വീഡിയോ ഇട്ട് കണ്ടതേ ഉള്ളൂ. രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ കണ്ടു കേട്ടോ. അങ്ങനെ മേളത്തെ റൂമാണ് കേട്ടോ. 1000 രൂപയൊക്കെ നമ്മളിന്ന് വാങ്ങിച്ചുള്ളൂ ഒരു റൂമിന്. പക്ഷെ നമ്മൾ 2 റൂമേ അവിടെ എടുത്തോളൂ. നീതു തണുപ്പായതോട് തലവേടി എൻ്റെ വീഡിയോ എടുക്കരുത്, വീഡിയോ എടുത്തതിന് വന്നായി എന്തായാലും കയറിപ്പോയി കേട്ടോ. എന്തായാലും അങ്ങനെ ഇട്ടു. അപ്പോൾ നമ്മൾ തുത്തുമ്പോൾ എല്ലാം അവർക്ക് ഉറക്കമൊന്നുമില്ല. വണ്ടിയിൽ അങ്ങ് അറ്റം വരെ ഇതൊക്കെ കളിയും ബഹളമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. നല്ല മഞ്ഞ് എന്നാൽ പറയത്തക്ക തണുപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലേം താനും. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു റൂമിൽ അങ്ങ് സെറ്റായി കേട്ടോ, ലേഡീസ് എല്ലാവരും കൂടെ. അപ്പോൾ നോക്ക് നല്ല തണുപ്പുണ്ട്. അവിടെ ഒരു വലിയ സ്കൂളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് അടിമാലിയിലാണേ. അടിമാലിയിലെ കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല മൂടൽ മഞ്ഞുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നല്ല ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങളെല്ലാവരും അടുത്ത് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് ഞങ്ങൾ റിസോർട്ടിൽ പോകണം. റിസോർട്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 മണിക്കാണ് ചെക്കിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കാണാനൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ട് 2 മണിയോടി നമുക്ക് ഹോട്ടലിൽ എത്താമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി നിൽക്കാൻ കേട്ടോ. ഓരോരുത്തർ റെഡിയായി വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയാണ്. നമ്മൾ 2 യൂട്യൂബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ 2 പേർക്കും പോസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുകയാണ്. രാവിലെ പിള്ളേരെയൊക്കെ അടിച്ചുണർത്തി ഒരു 9:45 കേട്ടോ. ഞങ്ങൾ 5 മണിയായി കിടന്നപ്പോൾ തന്നെ. അപ്പോൾ ഇവരെല്ലാവരും ഈ റൂമിലായിരുന്നു കേട്ടോ. അവരെയൊക്കെ സെറ്റ് ചെയ്തിട്ട് എണീച്ച് നമ്മളെല്ലാം റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഞാൻ റെഡിയായി കേട്ടോ. ഞാൻ റെഡിയായി, അച്ഛൻ റെഡിയായി, ബാക്കി ആണുങ്ങൾ ഇറങ്ങാൻ ഇച്ചിരി ലേറ്റായി. ഇവരെയൊക്കെ നുള്ളിപ്പറക്കി വന്ന മണി 10 മണി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ എവിടെ പോവാണ്? ആദ്യം കയറി ഫുഡ് അടിക്കുക. ആ ഒറ്റ ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തത് ഞാൻ അനീഷനെ കണ്ടില്ല കേട്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അവരെന്തോ വഴക്കും കൂടിക്കൊണ്ടും അവർ വേറെന്തോ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ജക്കാടി തന്നെയാണോ വന്നത്? ജക്കാട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ട്. അപ്പം പകലായപ്പോഴത്തേക്ക് ഇവിടെ വണ്ടി പിടിക്കുമ്പോൾ തരൂല. ഇവരൊക്കെ രാത്രി മതിയായിരുന്നു നമ്മളെ സേവനം. ബ്ലഡി ഫുൾ സ്പിന്ന് നമ്മൾ ഇറങ്ങിയ ചുരം പോലത്തെ തിരക്കാണ്, കാര്യമാണ്, ഞാൻ ഓടിക്കാനൊക്കെ പറഞ്ഞിറങ്ങി കേട്ടോ. അങ്ങനെ പിള്ളേരെല്ലാരും ഓണായി കേട്ടോ. രാവിലെ ആയതുകൊണ്ട് ഇവിടെ എല്ലാരും സെറ്റ് ആയിരിക്കുകയാണ്. കണ്ടുമുട്ടിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇതാ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ആ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് അടിക്കാന്ന് വെച്ചു. അപ്പം അതൊരു വെറൈറ്റി പേരായിട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വെജ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അവരുടെ കറക്റ്റ് പേര് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കറക്റ്റ് നോക്ക്, നല്ല ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ അവിടെ തന്നെ പോയി ഫുഡ് അടിക്കാൻ വേണ്ടി കയറി. ഏകദേശം 10 മണിയായിട്ട് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം ഫാം യാർഡ് എന്നാണ് കേട്ടോ. ഫാം യാർഡ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അടിമാലി തന്നെയാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് അടുത്ത് തന്നെ, അടിമാലി അടുത്ത് തന്നെയാണ്. അങ്ങോട്ട് മൂന്നാറിലേക്ക് പോകുന്നവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് ആദ്യം കണ്ടപ്പോൾ തന്നെ ആദ്യമേ ചാടി വീണ്ടും വീഡിയോ ഫോട്ടോ എടുക്കുക. കാരണം അത്രയ്ക്ക് നല്ല ഒരു പ്രത്യേക ആംബിയൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളും കുട്ടികളൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാനും ഒക്കെ വെറൈറ്റി സ്ഥലം തന്നെയാണ്. ഫുഡ് കഴിക്കാനും കൂടി ചെന്നിട്ട് അവിടെ ചിലപ്പോൾ അതൊക്കെ മറന്നു. എല്ലാവരും വീഡിയോ ഫോട്ടോ ആയിട്ടൊക്കെ നിന്ന് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വലിയ കുളമൊക്കെ ഉണ്ട്, അതിനകത്ത് മീനൊക്കെ വളർത്തുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഇവർ നോൺ വെജ് കഴിക്കുന്നു ഗൈസ്. നമ്മൾ കൊതി വിടാതിരിച്ചിട്ട് ഇതെല്ലാം നമ്മൾ ചാനലിടും. എൻ്റെ കൊച്ചിനെ പറഞ്ഞു വിട്ട് ഞാൻ ഒത്തിരി കടം മാറ്റം വന്നു. എനിക്ക് കേട്ടോ
അപ്പം ഞാനും നീതും പൂരിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമുക്ക് തിന്നിട്ട് വയറ് പറ്റില്ല. പിന്നെ നമ്മൾ 2 പൊറോട്ടയും കൂടെ പറഞ്ഞു കേട്ടോ. അപ്പുറത്തുള്ളവരെല്ലാം നോൺ വെജ് ഒരു നല്ല ചായയാണ് കുടിച്ചപ്പോൾ രാവിലത്തെ കാര്യം തീരുമാനം. ഞങ്ങൾ യാത്രയാളെ അതുകൊണ്ട് നമ്മൾ നോൺ വെജ് വേണ്ടെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അപ്പുറത്ത് കഴിക്കേണ്ട നമുക്ക് കൊതിയായി കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങി അവരെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കഴിച്ച്. രാവിലെയായിട്ട് നമ്മൾ നോൺ വെജ് അല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴേ ഓടി അപ്പുറത്ത് പോയി സീറ്റ് പിടിച്ചതാണ് കേട്ടോ. അതാണ് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് യെസ് ഹായ് എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ നോൺ വെജ് അല്ല കഴിച്ചെങ്കിലും അവരെയൊന്നും കൂടെ കഴിക്കാന്നൊക്കെ പറഞ്ഞ് മുട്ട ഗ്രേവിയൊക്കെ പിന്നെ അവരെ നിന്ന് വാങ്ങി നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഒന്നും പറയല്ല ഗൈസ്, നല്ല സൂപ്പർ ഫുഡാണ്. ഇപ്പോൾ രാവിലെയാണ് നമുക്കൊരു പേടിയാണ് കഴിക്കാൻ. പിന്നെ ഇനിയിപ്പം വളവും കാര്യങ്ങളും ചുരമൊക്കെ കയറാനുള്ളതല്ലേ, അതുകൊണ്ട് നമ്മൾ കഴിക്കായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോക്ക് പോസ്റ്റ് ചെയ്ത് തരികയാണ് ഗൈസ്. എല്ലാവരും കാണൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 2 മണിക്ക് അങ്ങ് വരെ എത്തുന്നതിന് പകരം വേറെ എവിടെയെങ്കിലും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇവരുടെ കിച്ചൺ ജസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ. ഓപ്പൺ കിച്ചണാണ് കേട്ടോ, ഫുൾ ഓപ്പൺ ആണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഒരു വാട്ടർഫോൾ കാണാൻ പോയിട്ട് കേട്ടോ. ആ വീഡിയോ വിശേഷങ്ങളൊക്കെ തോനെയുണ്ട്, കുറേ അധികമുണ്ട്. അപ്പം അതെനിക്കൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ സിപ്പ് ലൈൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.